ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിദേശ വ്യവസായിയുടെ മൊഴി വളരെ വിശദമായി രേഖപ്പെടുത്താനാണ് SITയുടെ നീക്കം. ഈ മാസം 30-ന് തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഡി മണി പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. അതേസമയം ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്നിവർക്കായി അന്വേഷണ സംഘം നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. VS അനു വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നുണ്ട് തത്സമയം. അനു, ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് SITയുടെ അന്വേഷണം അതിവേഗം പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് രീതിയിൽ അന്വേഷണമുണ്ട്. ഒന്ന് ഈ സ്വർണ്ണ കൊള്ളയുമായി കൊണ്ടുള്ള അന്വേഷണവും മറ്റൊന്ന് ഈ പുരാവസ്തു ഈ വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ? ഡി മണി അയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. എന്താണ് അന്വേഷണ സംഘത്തിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ? ഡി മണിയെ ഇനിയും വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണോ? ഈ MS മണിയാണ് താനെന്ന് പറഞ്ഞത്, അത് കളവാണ്, ഡി മണി തന്നെയാണ് അയാൾ, അതിൽ ഉറപ്പിക്കുകയാണോ അന്വേഷണ സംഘം? ഗുഡ് മോർണിംഗ് സേതു. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കുകയാണ് പ്രത്യേക സംഘം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. ഈ കേസിലെ രണ്ട് പ്രതികളായിട്ടുള്ള ഗോവർദ്ധൻ, അതുകൂടാതെ തന്നെ പങ്കജ് ഭണ്ഡാരിയും ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അപേക്ഷ നൽകുന്നത്. മാത്രമല്ല ഈ പറയുന്ന ഈ വിദേശ വ്യവസായിയുടെ മൊഴിയെടുക്കാനും ഇപ്പോൾ അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ വിദേശ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡിണ്ടിഗൽ സ്വദേശിയായ ഡി മണി എന്ന് പോലീസും MS മണി എന്ന് അയാൾ പറയുന്ന പറയുന്ന സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്ത് അയാളുടെ പേര് അയാൾ ഡി മണി എന്നറിയപ്പെടുന്ന സുബ്രഹ്മണ്യമാണ്. MS മണി എന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചുരുക്കപ്പേരായിരിക്കാം എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഏതായാലും 30-ാം തീയതി തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ നോട്ടീസ് ലഭിച്ച പ്രകാരം 30-ാം തീയതി തിരുവനന്തപുരത്ത് എത്തുമെന്ന് മണിയുടെ അഭിഭാഷകൻ പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതേസമയം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ രണ്ട് പ്രതികളെ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന രണ്ട് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനം തൊണ്ടി മുതൽ എവിടെ എന്നുള്ള ചോദ്യം ഏറ്റവും പ്രധാനമായി നിൽക്കുന്നുണ്ട്. ആ തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇരുവരെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. ഈ ഡി മണിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം അതിപ്പോ എങ്ങനെയാണ്? ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിഗമനങ്ങൾ എങ്ങനെയാണ്? ഇയാൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഇയാൾക്ക് ഒന്നും ഒരു കാര്യങ്ങളും അറിയില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും അറിയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല. ഈ വിഗ്രഹക്കടത്തിനെ കുറിച്ച് അറിയില്ല. തനിക്ക് ആകെ അറിയാവുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മാത്രമാണ്. അതിനപ്പുറം തനിക്ക് ഒരു ഇടപാടുകളും ഇല്ല. തൻ്റെ പേര് ഡി മണിയല്ല, താൻ MS മണിയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇയാൾ. ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തൽ എങ്ങനെയാണ്? ഈ നിലവിൽ ഇയാൾ പറയുന്നതിൽ പലതും കളവാണ് എന്നുള്ള വിലയിരുത്തലാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത്. ഇയാൾ തിരുവനന്തപുരത്ത് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ തിരുവനന്തപുരത്ത് ഇയാൾ വന്നതിൻ്റെ ചില തെളിവുകൾ അല്ലെങ്കിൽ സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഇയാൾ ഈ ഫോൺ ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം ഇത്രയും ബിസിനസ്സൊക്കെ നടത്തുന്ന ഒരാൾ എന്തുകൊണ്ട് ഫോൺ ഉപയോഗിക്കുന്നില്ല? ഇയാൾ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഇയാളുടെ ജീവനക്കാരൻ, അയാളുടെ ഫോണിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത്തരം ഇടപാടുകളിൽ നിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഉള്ളയാളാണ് ഡി മണി എന്ന് പറയുന്നയാൾ. ഇയാൾ ഇപ്പോൾ ഹാജരാകാൻ വേണ്ടി നോട്ടീസ് നൽകിയതിനു ശേഷം അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിലേക്കൊക്കെ കരഞ്ഞുകൊണ്ടെത്തിയ അദ്ദേഹത്തെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇയാൾ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, ഒളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിലാണ് അന്വേഷണ സംഘത്തിന് നീക്കം. അതിന് മുന്നോടിയായിട്ടാണ് ഈ വിദേശ വ്യവസായിയുടെ മൊഴിയെടുക്കൽ വീണ്ടും ഒന്നുകൂടെ വിശദമായി നടത്തുന്നത്. കാരണം ഈ മണി പറയുന്ന വാദങ്ങൾ പൊളിക്കാൻ ഏത് തരത്തിൽ ഉള്ള വിവരങ്ങളും ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ നീക്കം. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വിദേശ വ്യവസായിയെ വീണ്ടും അദ്ദേഹത്തിന്റെ മൊഴി വീണ്ടും എടുക്കും. MS മണിയെ അല്ലെങ്കിൽ ഡി മണിയെ ചോദ്യം ചെയ്യും. പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യും. ഓക്കെ അനു, ശരി, വ്യക്തമാണ്. VS അനുവാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള SITയുടെ നീക്കങ്ങൾ അല്ലെ, രണ്ട് തരത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. ഒന്ന് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ദ്വാരപാലക ശില്പങ്ങളിലെയും അതേപോലെ തന്നെ ഈ പീഠങ്ങളിലെയും ഒക്കെ കട്ടളപ്പാളിയിലേക്കും ഒക്കെ സ്വർണം പോയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം.